നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളെ രേഖപ്പെടുത്താൻ മറക്കരുത്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ സർക്കാർ കഴിഞ്ഞ കോൺഗ്രസ് എന്ന് പറയുന്നത് അധികാരത്തിലിരിക്കുമ്പോഴും അധികാരമില്ലാത്തപ്പോഴും എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളായിട്ട് നമുക്കൊന്ന് പരിഗണിച്ച് നോക്കാം. അധികാരമുള്ളപ്പോഴും അധികാരത്തിലില്ലാത്തപ്പോഴും. അധികാരമുണ്ടെങ്കിലും ഇല്ലെങ്കിലും കോൺഗ്രസ്സിന് ഒരു മുഖമുദ്രയായ ഒരു കാര്യമുണ്ട്. അതിൻ്റെ പേരാണ് അഴിമതി. കോൺഗ്രസ് എല്ലാ കാലത്തും അഴിമതി നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ അധികാരമില്ലാത്ത കാലത്തെക്കുറിച്ചുള്ള അഴിമതി കഥകൾ ഏതൊക്കെയാണ് എന്ന് നമ്മുടെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും മനസ്സിലേക്ക് ഒരു ചിന്ത വന്നിട്ടുണ്ടാവും. പ്രേക്ഷകരുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ തകരാറ് പറ്റിയിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. കാര്യം ഏറ്റവും ഒടുവിൽ 7 കോടിയുടെ ഒരു അഴിമതി വന്നിട്ടുണ്ട്. അതായത് ഹരിയാന അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ സീറ്റ് വാഗ്ദാനം ചെയ്യുക. അതായത് കാശ് മേടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത്ര സീറ്റ് ഞങ്ങൾ തരാം, ഞങ്ങൾക്ക് ഇത്ര ലക്ഷം രൂപ വീതം വേണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയും KC വേണുഗോപാലും അടക്കമുള്ള വമ്പന്മാർ നടത്തിയിട്ടുള്ള അഴിമതി കഥകൾ. അവിടുത്തെ ഒരു മഹിളാ കോൺഗ്രസ് നേതാവിൻ്റെ ഭർത്താവ് തിരുവനന്തപുരത്തെത്തി വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അഴിമതി നടന്നിട്ടില്ല എന്നുള്ള കാര്യം ഇതുവരെ കോൺഗ്രസിലെ ഒരു നേതാക്കന്മാരും ഇവിടെ പറഞ്ഞിട്ടില്ല. ഇതേ പറയുന്ന BJPക്ക് വേണ്ടിയിട്ട് 170 കോടി രൂപ പിന്നെ ഇലക്ട്രൽ ബോണ്ടായി നൽകിയ ഒരാളുടെ ഭാര്യയാണ് ഈ നമ്മുടെ പ്രിയങ്ക ഗാന്ധി എന്ന വയനാട് MP. വയനാട് MP എന്തെങ്കിലും അവിടെ കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അപ്പോൾ ഈ വയനാട് MPയുടെ ഭർത്താവ് റോബർട്ട് വാദ്ര 170 കോടി BJPക്ക് കൊടുത്തു. എന്തിനാണ് എന്നൊരു ചോദ്യം ഇപ്പോഴും നമ്മുടെ മുന്നിലുണ്ട്. എന്തിനായിരിക്കാം? സ്വന്തം ഭാര്യയുടെ പാർട്ടി ഇവിടെ ഉള്ള കാലഘട്ടത്തിൽ എന്തിനാണ് BJPക്കായിട്ട് ഇലക്ട്രൽ ബോണ്ടായിട്ട് ഇത്രയും കോടി രൂപ കൊടുത്തത്? നമ്മുടെ മുന്നിൽ ഇപ്പോഴും ചോദ്യമായിട്ട് നിൽക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു അഴിമതി, 7 കോടിയുടെ ഒരു അഴിമതി ഇപ്പോഴും ഉയർത്തുന്ന ആ 7 കോടിയുടെ അഴിമതിയുടെ നിഴലിലാണ് KC വേണുഗോപാലും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള നേതാക്കന്മാർ. ഇനി പ്രിയങ്ക ഗാന്ധി ഇവിടെ കൊണ്ടുവന്ന് വിതരണം നടത്തിയെന്ന് പറയുന്നില്ലേ, കുറച്ച് 5 ലക്ഷം രൂപ വെച്ചിട്ട്. അതിന് ഒരുപക്ഷെ ഈ പറയുന്ന അഴിമതിയുടെ കറപുരണ്ട നോട്ടുകെട്ടുകളാണോ എന്നുള്ള കാര്യവും നമ്മളവിടെ ആലോചിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. ഇനി കുറച്ചുകൂടെ പോകാം. വയനാട്ടിലേക്ക് ടച്ച് ചെയ്തുകൊണ്ട് തന്നെ വയനാട്ടിലേക്ക് വരാം നമുക്ക്. വയനാട്ടിൽ എന്താ ഇവിടെ വയനാട്ടിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് അടിമുടി അഴിമതിയിലല്ലേ? അധികാരമില്ലാഞ്ഞിട്ട് പോലും അഴിമതി നടത്തുകയാണ്. ആ പറയുന്ന പോലെ തങ്ങൾക്ക് ആകെ കിട്ടിയിരിക്കുന്ന പ്രതിപക്ഷ നേതൃത്വം എന്ന് പറയുന്ന, അല്ലെങ്കിൽ പ്രതിപക്ഷം എന്ന് പറയുന്ന ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും അഴിമതി നടത്തുകയാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ, അതുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെ കാണിക്കും എന്ന് പറയുന്ന ഒരു ധാർഷ്ട്യം എല്ലാവരുടെ ഉള്ളിലുണ്ട്. വയനാട്ടിലെ ജനങ്ങൾക്ക് പുനരധിവാസത്തിനായി സർക്കാർ ഒരു പദ്ധതി ആവിഷ്കരിച്ചു. CMDRFിലൂടെ ഒരു ടൗൺഷിപ്പിൻ്റെ പദ്ധതി. അതവിടെ നിൽക്കട്ടെ. അതുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ പണം അതിലേക്ക് ഇടാൻ തുടങ്ങി. അപ്പോഴാണ് കോൺഗ്രസ് പുതിയൊരു പദ്ധതിയുമായി മുന്നോട്ട് വരുന്നത്. ഞങ്ങളും ഇവിടെ പുനരധിവാസ പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു. ഞങ്ങളുടെ ഈ സങ്കേതത്തിലൂടെ, ഞങ്ങളുടെ ഈ അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ പണം നിങ്ങൾക്ക് നിക്ഷേപിക്കാം. നിങ്ങൾക്ക് എന്നിട്ട് ഞങ്ങളുടെ പുനരധിവാസ പദ്ധതിയിൽ അംഗങ്ങളാകാം. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ജനങ്ങളെ വിശ്വസിപ്പിക്കണം. ജനങ്ങളെ കേരളത്തിൽ ഭരിക്കാൻ തയ്യാറെടുക്കുന്ന ഒരു പാർട്ടി ജനങ്ങളോട് നടത്തിയ കൊടിയ വഞ്ചനയാണ് പറയുന്നത്. അവർക്ക് വേണ്ടി ഒരു ആപ്പ് രൂപകൽപ്പന ചെയ്തു. ആ ആപ്പ് രൂപകൽപ്പന ചെയ്ത് അവർ പറഞ്ഞെന്താ, നിങ്ങൾ അയക്കുന്ന ഓരോ പണത്തിൻ്റെ കണക്കും ഞങ്ങൾ ഈ ആപ്പ് വഴി പുറത്തേക്ക് വിടും, നിങ്ങൾക്ക് നോക്കാം, സുതാര്യമാണ്, ട്രാൻസ്പെറൻ്റ് ആണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ കണക്കുകളെല്ലാം കൂടി തപ്പി നോക്കിയപ്പോൾ അങ്ങനെ ഒരു ആപ്പ് ഇല്ല. നിർജീവമായ ഒരു ആപ്പാണ് നമുക്ക് കിട്ടുന്നത്. ആകെ ഒരു വിൻഡോ മാത്രമുള്ള ഒരു ആപ്പ്. ഇതൊരു വലിയ ചതിയല്ലേ? ഈ പണം കൊടുത്തവരൊക്കെ അറിയണ്ടേ എന്തിനു വേണ്ടി പണം കൊടുത്തു, എത്ര രൂപയായിട്ടുണ്ട്, ഇപ്പോൾ എൻ്റെ പണം അവിടെ കിട്ടിയിട്ടുണ്ടോ? ഇതൊന്നും അറിയാൻ യാതൊരു അവകാശവുമില്ല പണം കൊടുത്തവർക്ക്. അതാണ് പ്രശ്നം. അപ്പോൾ ആ പണം വന്നിട്ടുണ്ടോ, എത്ര കോടി വന്നിട്ടുണ്ട്, അത് എന്നത്തേക്ക് വിനിയോഗിക്കും, ഇല്ല, അറിയില്ല. അതിനെക്കുറിച്ചൊന്നും സാധാരണക്കാരായിട്ട് പണം കൊടുത്തിട്ടുള്ള ആർക്കും അറിയില്ലെന്നേ. അപ്പോൾ അങ്ങനെ വീണ്ടും പുനരധിവാസ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ പൊടി പൊടിച്ചുകൊണ്ടൊരു വലിയ മഹാമഹം നടത്തുന്നു വയനാടുകാർക്ക് അത്ര പുത്തിരിയൊന്നുമില്ല ഈ മഹാമഹം. ഇതിനു മുമ്പ് കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി ജയിക്കുകയോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി കനകോലുവിൻ്റെ നേതൃത്വത്തിൽ അവിടുത്തെ ഒരു വലിയ ടോപ്പ് ക്ലാസ് ഹോട്ടലിൽ ഇരുന്നു കൊണ്ട് ഒരു ശിബിരം നടത്തി, പഠന ശിബിരം. അതൊരു വലിയ കോമഡിയായി. കോടിക്കണക്കിന് രൂപയാണ് പൊട്ടിച്ചത്, കോടിക്കണക്കിന് രൂപ പൊളിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് വയനാട് പോലെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ കുറച്ച് പണം മുടക്കുക എന്ന് പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ കാര്യമൊന്നുമല്ല.
ആ കോടിക്കണക്കിന് രൂപ വീണ്ടും പൊടി പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വന്ന് നീക്കി കാണിച്ചു പോയ ആ ശില ഇന്ന് ചാരി വെച്ചിരിക്കുന്ന അവസ്ഥയും നമുക്ക് കാണാം. എന്നാൽ എൻ്റെ പൊന്നു രാഹുൽ ഗാന്ധി, നിങ്ങൾ വന്ന സമയത്ത് കുറച്ച് ബംഗാളികളെയോ ബീഹാറികളെയോ വല്ലതും കൂട്ടിക്കൊണ്ട് വന്നിട്ട് അവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് ഈ പ്ലാസ്റ്റിക് കുപ്പികളെങ്കിലും വാരി മാറ്റി എന്ന് പറയാനുള്ള സാമാന്യ ബോധമെങ്കിലും അല്ലെങ്കിൽ മര്യാദയെങ്കിലും ആ വയനാടുകാരോട് കാണിക്കണമായിരുന്നു. എന്നിട്ട് ഇതേ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒരു നയാ പൈസ സംസ്ഥാന സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയിലേക്ക് മുടക്കിയിട്ടില്ല. പകരം ഇവിടെ കർണാടകയെ കൊണ്ട് മുടക്കിച്ചു എന്ന് പറയുന്ന ഉളുപ്പില്ലാത്ത ന്യായീകരണം കൊണ്ട് വന്നിരിക്കുകയാണ്. നാണമുണ്ടോ, ഉളുപ്പുണ്ടോ എന്നൊക്കെ ചോദിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ പ്രതിസന്ധി അവിടെ നിൽക്കുന്നു. അപ്പോൾ അവിടെയും നടത്തിയിട്ടുള്ളത് വലിയ അഴിമതിയാണ്. ഇനി മറ്റൊരു ഘട്ടത്തിലേക്ക് നോക്കാം. ഇവരുടെ യൂത്തന്മാർ എന്ന് പറയുന്നൊരു വിഭാഗം, യൂത്തന്മാർക്ക് ഇപ്പോൾ DYFIക്കാർ കൊടുത്ത കാശിൻ്റെ കണക്കറിഞ്ഞാൽ മതി. എൻ്റെ പൊന്നി യൂത്തന്മാരെ, നിങ്ങൾക്ക് നാണമുണ്ടോ? അല്ല, അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പിരിച്ചത് എത്ര, ഇതുവരെ കണക്കുണ്ടോ അതിന്? ഇവിടെ DYFIക്കാർ 25 വീട് പ്രഖ്യാപിച്ചപ്പോൾ അതിൻ്റെ മേലെ കയറി പ്രഖ്യാപിച്ച ഒരു മഹാനുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താ പറയുക, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ അയാളെ ചുമന്നുകൊണ്ട് നടക്കുകയാണ് പാലക്കാട്ടെ കോൺഗ്രസ്സുകാർ. പെണ്ണുകേസിൽ പെണ്ണുപിടിയനായ ഒരു മനുഷ്യൻ. അയാൾ ആദ്യം എന്ത് ചെയ്തു, ഇതിനകത്തേക്ക് വന്ന പണമെല്ലാം എടുത്ത് വേറെ എവിടേക്കോ മറിച്ചു. ആ പണം എവിടെയാണ്, എത്രയാണ്, എന്താണെന്ന് ആർക്കും അറിയത്തില്ല. എന്നിട്ട് ഇയാൾ ഒരു പെണ്ണ് വിഷയം ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്ക് രാജിവെച്ചു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം. അപ്പോൾ തന്നെ വരുന്നു ഒരാൾ, പുതിയ OJ ജനീഷ് എന്ന് പറയുന്നത്, അതും വലിയ മിടുക്കനായ ഒരു വ്യക്തിയാണ്. പുള്ളിയും പലതവണ ഈ കാര്യത്തിൽ പണം വെട്ടിക്കലുമായി ബന്ധപ്പെട്ടൊക്കെ പുറത്താക്കുകയും നടപടിയെടുക്കുകയൊക്കെ ചെയ്ത ഒരാളാണ്. പിന്നെ KCയുടെ കാലിൽ നിന്നൊക്കെ നടക്കുന്നവരായതുകൊണ്ട് ആരും ഇവരെ തൊടാൻ കഴിയാത്തത്. വീണ്ടും വന്നു ഈ പറയുന്ന ഇയാൾ തന്നെ സർക്കാരിൻ്റെ ടൗൺഷിപ്പ് പ്രകാരമുള്ള വീട് ഉയരുമ്പോൾ കോൺഗ്രസ്സുകാരുടെ വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. ആ ശില പോലും എടുത്ത് മാറ്റി. അപ്പോൾ അവിടെ ജനവഞ്ചനയാണ് ശരിക്കും യൂത്ത് കോൺഗ്രസ്സുകാരും കാണിച്ചത്. അതേസമയം ഇപ്പോൾ DYFIക്കാർ കൊടുത്ത പണം എത്രയാണെന്നും എത്ര കോടി രൂപയാണെന്നും അതിൻ്റെ കണക്കറിയണം അവർക്ക്. എന്തിന് നാണം കെട്ട സമീപനമാണെന്ന് ആലോചിച്ച് നോക്കി. DYFIക്കാർ കണക്ക് പുറത്തു വിട്ടു. അങ്ങനെ ഒരു കണക്ക് പുറത്തുവിടാൻ ഈ നാട്ടിലെ യൂത്ത് കോൺഗ്രസ്സുകാരെ അവരെ വെല്ലുവിളിക്കുകയാണ്. തൻ്റെ ഇടമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. തൻ്റെ ഇടം, നട്ടല്ലിന് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കും. നിങ്ങൾക്കൊരു കണക്ക് പുറത്തുവിടാൻ, ഒരു കണക്ക് പുറത്തു വിട്ടാൽ മതിയെന്നേ. ഞങ്ങൾക്ക് പിരിഞ്ഞു കിട്ടി ഇത്ര തുകയാണ് എന്ന് കാണിച്ചുകൊണ്ട് ഞങ്ങൾ ഇത്ര കോടി രൂപയ്ക്ക് വേണ്ടി ഞങ്ങൾ അവിടെ നീക്കുപോക്കുകൾ നടത്തുന്നുണ്ട്, ഞങ്ങൾ വസ്തു മേടിക്കുന്നുണ്ട്, ഞങ്ങൾ വസ്തുവിൻ്റെ ഡോക്യുമെൻ്റ് ഇതാണ്, ഒന്ന് തെളിവ് പുറത്തുവിടാൻ തയ്യാറാണോ? വെല്ലുവിളിക്കുക. ഒരുത്തരും നട്ടലുണ്ടാവില്ല. നാണമില്ല, മൈക്കിൻ്റെ മുന്നിൽ പോയെന്നുണ്ട് എന്തെങ്കിലും വിളിച്ചു പറയാനല്ലാതെ ഇവരെ കൊണ്ട് ഒരു കഴമ്പിന് കൊള്ളില്ലെന്ന് തെളിയിച്ചു. അവിടെ അവർ അഴിമതിയാണ് കാണിച്ചത്. പിന്നീട് യൂത്ത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് തന്നെ വലിയൊരു അഴിമതിയല്ലായിരുന്നു. നോട്ടയാണ് 2ാം സ്ഥാനത്തേക്ക് വന്നത്. അപ്പം അതിനെ അയോഗ്യത കൽപ്പിക്കാൻ പറ്റില്ല. കാര്യം എന്താ, വ്യാജ തെരഞ്ഞെടുപ്പ് ID വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്തി ഒടുവിൽ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനാവുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന അടിമുടി നാണം കെട്ട് നിൽക്കുന്ന സാഹചര്യമല്ലേ. അഴിമതി, അധികാരമില്ലാതിരുന്നിട്ട് കൂടി അഴിമതി നടത്തി. എന്നാൽ അധികാരത്തിലിരുന്നപ്പോഴോ ഉമ്മൻചാണ്ടി അഴിമതി നടത്തിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയെ ബാർ കോഴക്കാരനാക്കി മാറ്റി. കെ ബാബു ബാർ കോഴക്കാരനാക്കി. ഏകദേശം 10 കോടി രൂപ കെ ബാബു എന്ന് പറയുന്ന അന്നത്തെ എക്സൈസ് വകുപ്പ് മന്ത്രി മേടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ഒരാൾ, അവിടുത്തെ ബിജു രമേശ് പരാതിയുമായിട്ട് മുന്നോട്ട് പോയി. എന്നിട്ട് അവിടെയും വലിയൊരു രാഷ്ട്രീയം കളിച്ചു. സ്വന്തം കൂട്ടത്തിലുള്ളവനെ പെടുത്താൻ വേണ്ടിയിട്ട് KM മാണിയോട് പറഞ്ഞു, അതായത് ഞാൻ മുഖ്യമന്ത്രി ആകാൻ വേണ്ടിയിട്ട് എന്നെ പിന്തുണയ്ക്കണമെന്ന് KM മാണിയോട് ആവശ്യപ്പെട്ടു, ചെന്നിത്തല. അപ്പോൾ അതായത് ഉമ്മൻചാണ്ടിയെ തകർത്ത് താഴെ ഇറക്കുക. ഉമ്മൻചാണ്ടിയെ തകർത്ത് താഴെ ഇറക്കിയിട്ട് പകരം ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രിയാകണം, അതിനെ പിന്തുണയ്ക്കണം. അതിന് ഉമ്മൻചാണ്ടിയെ ക്രൂശിക്കുന്ന സമയത്ത് തന്നോടൊപ്പം നിൽക്കണമെന്ന് KM മാണിയോട് ആവശ്യപ്പെട്ടു. KM മാണി പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ KM മാണിക്ക് ഇട്ട് പണി കൊടുത്തു. KM മാണിക്കെതിരെ വിജിലൻസ് അന്വേഷണം. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വിജിലൻസുകാർ കയറി ഇറങ്ങി. ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് നോട്ടെണ്ണുന്ന മെഷീൻ വരെ കണ്ടെത്തിയെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ KM മാണിയെ ക്രൂശിച്ചു. അത് കഴിഞ്ഞ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വന്നു. ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടിരിക്കുന്ന സമയം ആ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണെങ്കിലും KC ജോസഫും ഇദ്ദേഹം കൂടെ അദ്ദേഹം റിയാദിലോ മറ്റോ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, കൂടെ നടക്കുന്ന ജോപ്പനെ അടക്കം അറസ്റ്റ് ചെയ്യിക്കുന്നു. ഇതൊന്നും മുഖ്യമന്ത്രി അറിഞ്ഞിട്ടേ ഇല്ല. എന്നിട്ട് VD സതീശൻ വലിയ വായിലി അടുത്ത സമയത്ത് പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി അറിയാതെ ഇതൊന്നും ചെയ്യാൻ ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴും KC ജോസഫ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. KC ജോസഫ് പറഞ്ഞിട്ടുണ്ട്, ഈ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ ഉമ്മൻചാണ്ടി സാർ അറിയാതെ ഇവർ നീക്കിയ ചരട് വലികൾ തന്നെയാണ്. എത്രയെത്ര അഴിമതി കേസുകളാണ്.
ഏറ്റവും വലിയ അഴിമതിയുടെ ഒരു വലിയ ഗോപുരമായിരുന്നല്ലോ പാലാരിവട്ടം പഞ്ചവടിപ്പാലം. അത് പൊളിച്ച് പിന്നീട് 2019 റെനോവേറ്റ് ചെയ്യുകയല്ലേ ചെയ്തത്. അപ്പോൾ അവിടെ അങ്ങനെയുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഇബ്രാഹിം കുഞ്ഞിൻ്റെ ഓഫീസിൽ റെയ്ഡ് നടത്തിയിട്ടുണ്ട്. കെ ബാബുവിൻ്റെ PRO ആയിരുന്ന ഒരാളെ ഈ തസ്തിക മാറ്റം പോലും ഇല്ലാതെ അയാളെ എന്താ പറയുക, കെ ബാബുവിൻ്റെ PRO അദ്ദേഹത്തെ പിടിച്ചിട്ട് ഒരു സെക്രട്ടറിക്ക് സമാനമായ പോസ്റ്റിലേക്ക് മാറ്റുന്നു. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന സമയത്ത് നടത്തിയിട്ടുള്ളത്. എന്തെല്ലാം കൊള്ളകളാണ് നടന്നിട്ടുള്ളത്. സ്വജനപക്ഷപാതവും ഈ പറയുന്ന പോലെ അഴിമതിയും നിയമനങ്ങളും ഇതൊക്കെ എത്രത്തോളം കാര്യക്ഷമമായി നടന്നിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് കേരളത്തിലുള്ളവർക്കറിയാം. എന്നാൽ ഇടതുപക്ഷത്തെ വ്യത്യസ്തമാക്കുന്നതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ഒരു മന്ത്രിസഭയുടെ കാലത്ത് നിരവധി മന്ത്രിമാർക്കെതിരെയും വകുപ്പ് തല സെക്രട്ടറിമാർക്കെതിരെയും ഒക്കെ അഴിമതി ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് വരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തെളിവോടുകൂടി തന്നെയാണ്. എന്നാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷക്കാലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ മന്ത്രിസഭയിലുള്ള ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരായി ഒരു ആക്ഷേപം ഉയർത്താൻ, ഒരു ആരോപണം ഉയർത്തിക്കൊണ്ടുവരാൻ ഈ പറയുന്ന UDF-ന് എപ്പോഴെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? ഏതൊരു പദ്ധതി എടുത്തു വെച്ച് നോക്കിക്കോളൂ. എന്തിനേറെ അബ്ദുറബിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ സ്കൂളുകളിൽ നിന്ന് പണം പിരിച്ചിട്ടുണ്ട്. പിന്നെ വിരുന്ന് നടത്താൻ വേണ്ടി നോമ്പ് കാലത്ത് ഇഫ്താർ വിരുന്നിന് വേണ്ടിയിട്ട്. ഇതൊക്കെ കണക്കിൽ വരുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം അഴിമതി കഥകളാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടനയെ സമൂലം പഠിക്കുമ്പോൾ അവർ അധികാരത്തിൽ ഇരുന്നാലും കൊള്ള നടത്തും, അധികാരത്തിൽ ഇല്ലെങ്കിലും അവർ കൊള്ള നടത്തും. എത്ര കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ഈ കഴിഞ്ഞ ഈ പറയുന്ന കാലങ്ങളിലെല്ലാം ഏകദേശം 2016 മുതൽ ഇതുവരെ നമ്മുടെ ഈ മുന്നിൽ നിൽക്കുന്ന ഈ കാലഘട്ടം വരെ ഇവർ കോൺഗ്രസ്സുകാർ നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മളൊന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതിയാവും. അതായത് നമുക്ക് ഇനിയും നമ്മുടെ മുന്നിലുള്ളത് ഈ അധികാരമില്ലാതിരുന്നിട്ട് പോലും അഴിമതി നടത്തുന്ന ഇത്തരക്കാരെ ലൈസൻസോടുകൂടി അഴിമതി നടത്താൻ ഏർപ്പാടാക്കുന്നതിന് തുല്യമായിരിക്കും വീണ്ടും UDF-നെ നമ്മൾ അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.